Hi friends, this is Kerala style Pakkavada. How to make it Pakkavada? Please watch the video. Like, share and comment. Subscribe please. Hi friends, welcome back to my YouTube channel Food for my wife. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു പക്കാവടയാണ്. വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ വീഡിയോ കണ്ട ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വരും. പക്കോട ഉണ്ടാക്കാൻ 3 കപ്പ് കടലമാവ് എടുക്കാം. ആദ്യം 3 കപ്പ് കടലമാവ്, അപ്പോൾ 2 കപ്പ് അരിമാവും കൂടെ എടുക്കാം. 3-2 എന്നുള്ള റേഷ്യോയാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. സാധാ അരിമാവാണ്, വറുത്തതൊന്നുമല്ല. പതിനഞ്ചല്ലി വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് ഒരു മിക്സിയുടെ ജാറിലിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ നീര് ചേർക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ വെളുത്തുള്ളി നമ്മളെ വായുവിനും നല്ലൊരു ശമനം കിട്ടും. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി എടുത്തു. ഇനി 1 ടേബിൾ സ്പൂൺ പെരുങ്കായം, ഞങ്ങളുടെ പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കായം നിങ്ങൾക്ക് പൊടി കിട്ടിയില്ലെങ്കിൽ കഷ്ണമാണെങ്കിൽ വറുത്ത് ചേർത്താലും മതി. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും നമ്മൾ മുളകും പെരുങ്കായവും എല്ലാ ഭാഗത്തും എത്തിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചില ആളുകൾ ചെറിയ ഉള്ളിയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. ഞാൻ ഇവിടെ ഉള്ള പെരിഞ്ജീരകവും വെളുത്തുള്ളിയുടെ നീരും മാത്രമേ ചേർക്കുന്നുള്ളൂ. അല്പമായിട്ട് ഇങ്ങനെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ ഇവിടെ കളറിന് വേണ്ടി മാത്രം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതേപോലെ സേവനാഴിയുടെ അച്ചിൽ ഞാൻ എണ്ണ തേച്ചു. മാവ് ഉരുട്ടി ഇതേപോലെ നല്ലതുപോലെ അമർത്തി കൊടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മൂടി ക്രോസ് ആവരുത്, നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് അടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിഴിയപ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഞാനിതിവിടെ കറക്കുന്ന സേവനാഴിയാണ് എടുത്തിരിക്കുന്നത്. വേറെ ടൈപ്പും ഉണ്ട്, 2 കൈയും കൊണ്ട് ചെക്കുന്ന. അതായതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ കറക്കി ചുറ്റി എടുക്കുക. കൂടുതലൊന്നും വേണ്ട, ഒരു 2 ലെയർ മതി. അപ്പോൾ ഇത് ഇങ്ങനെ പിഴിയുന്ന സമയത്ത് തീ വന്നിട്ട് ലോയിൽ വയ്ക്കുക, അല്ലെങ്കിൽ കയ്യിൽ ചൂടടിക്കും. അതിനുശേഷം മീഡിയത്തിൽ വയ്ക്കുക. അത് 5 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. റെഡിയായി. കണ്ടില്ലേ എൻ്റെ കളറ്? കാശ്മീരി മുളകിൻ്റെ കളറാണ്. നല്ല ചുവപ്പ് കളർ കിട്ടിയിട്ടുണ്ട്. ഈ ബാക്കി ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ പിഴിഞ്ഞെടുത്ത സമയത്ത് തീ വന്നിട്ട് ലോയിൽ വയ്ക്കുക. അതിനുശേഷം പിഴിഞ്ഞ് തീർന്നിട്ട് നമ്മൾ വീണ്ടും മീഡിയത്തിൽ വയ്ക്കണം, അല്ലെങ്കിൽ കയ്യിൽ അടിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. 5 മിനിറ്റിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് റെഡിയായി. നമുക്ക് കോരി മാറ്റാം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം വരെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം. അടിപൊളി ഒരു പക്കാവട എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും കൊറോണ കാലത്ത് സേഫായിട്ടിരിക്കുക. കഴിവതും ആവശ്യമില്ലാതെയുള്ള ഫംഗ്ഷനും മറ്റു കാര്യങ്ങളും ഒഴിവാക്കുക.
സന്തോഷപൂർവ്വം സുഖമായിട്ടിരിക്കണം. താങ്ക് യു. അപ്പം ഞാനും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം സുരേഷ് നാടൻ.